ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 21. ഇന്ന് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡാണ്. എന്തൊക്കെയായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോണത്? നമ്മുടെ ജിസേലിൻ്റെ കാപ്പിപ്പൊടി കേസ് എടുത്തിടുമോ? വേറെ എന്തൊക്കെയായിരിക്കും ഡിസ്കസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്? നമ്മുടെ അക്ബറിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, ബാഡ് വേർഡ്സ് പറഞ്ഞതിൻ്റെയൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ആര്യൻ്റെ ക്യാപ്റ്റൻസി, അതിനെപ്പറ്റി അത്ര കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുമോ? പിന്നെ വേറെ എന്തൊക്കെയാണ്, വേറെ എവിക്ഷനോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. അപ്പോൾ സമയം അധികം കളയണ്ട, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ലാലേട്ടൻ വരികയാണ് അടിപൊളിയായിട്ട്. കുറേ പൂക്കളൊക്കെ ഉള്ളൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ജുബ്ബയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. ജുബ്ബയും മുണ്ടും എടുത്തിട്ട് നല്ല സൂപ്പറായിട്ടാണ് നമ്മൾ ലാലേട്ടൻ വന്നിരിക്കുന്നത് കേട്ടോ. വന്നുകൊണ്ടു ഓണത്തിനെ പറ്റിയാണ് പറയുന്നത്. ഓണത്തിനുള്ള പൂക്കളിനെ പറ്റിയിട്ടൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. എന്നിട്ട് നേരെ നമുക്ക് നമ്മുടെ ഹൗസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ എന്തൊക്കെ തരത്തിലുള്ള പൂക്കളാണ് ഓണത്തിനുള്ളത്, നിങ്ങൾക്ക് ഓണപ്പൂക്കളൊക്കെ ഇടാൻ അറിയുമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ആ പൂക്കളൊക്കെ ഇടാൻ അറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പൂക്കളാണ് മെയിനായിട്ട് ഇടുന്നത്? അപ്പോൾ ഓരോരുത്തർ ഓരോന്നും പറയാം. ജിസേൽ പറയൂ, പൂക്കളുടെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് പൂക്കളൊക്കെ ഇടാൻ അറിയാമെന്ന് പറയും. അപ്പം നവീൻ പറ എന്തൊക്കെയാണുള്ളത്? ഇപ്പം ചെത്തി, മന്ദാരം, തുളസി, ഇതെന്താ പാട്ട് പാടാനാണ് ഞാൻ പറഞ്ഞത്? അല്ല അങ്ങനെയല്ല, പിന്നെ ഒരു ഉണ്ടപ്പൂ അങ്ങനൊരു ഉണ്ടപ്പൂ, പിന്നെ താറാപ്പൂ, ഇതെന്തൊക്കെയാണ് നിങ്ങൾ പൂക്കളെ പറ്റി തന്നെയാണോ പറയണതെന്നൊക്കെ നവീനെടുത്ത് വയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ തുമ്പപ്പൂ, വാടാമല്ലി, ജമന്തി, താമരയോ ജമന്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അനീഷ് തുമ്പപ്പൂ, മുക്കുറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. രമ്യ നമ്പീശിൻ്റെ ഒരു പുതിയ പാട്ട് വന്നിട്ടുണ്ട്. ഓരോ പൂക്കളുടെയും ഇത് അവരുടെ എന്താ മ്യൂസിക് ഉണ്ട് ഓരോ പൂക്കൾക്കും. അതനുസരിച്ച് അവർ ക്രിയേറ്റ് ചെയ്ത സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ആ പാട്ട് ഇവിടെ ഇൻട്രൊഡക്ഷൻ ചെയ്യും കേട്ടോ ഈ ബിഗ് ബോസ് ഹൗസിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നത് ഈ തുമ്പപ്പൂ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ പൂവായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ മുക്കുറ്റി അത് ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൂവായിട്ടാണ്. പിന്നെ തെച്ചിപ്പൂ ഭക്തിയുടെയും ശക്തിയുടെയും പൂവായിട്ടാണ്. അങ്ങനെയൊക്കെ പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് സദ്യ ഉണ്ടാക്കാനൊക്കെ അറിയോ? ഉണ്ടാക്കാം, ഓണത്തിന് സദ്യ ഉണ്ടാക്കുമെന്ന് വെച്ചപ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എവിടെ? നമ്മുടെ കിച്ചണിലാണ്. നല്ല കാര്യമായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പാനെ അപ്പം നമുക്ക് എന്തായാലും കിച്ചണിൻ്റെ കാര്യം മത്സരിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ കിച്ചൺ? അപ്പാനെ എടുത്ത് വയ്ക്കുകയാണ്. നല്ലതായിരുന്നു, ആർക്കും കംപ്ലൈൻ്റ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ല. ഒരു ദിവസം മാത്രം കുറച്ച് ഫുഡ് ഇത്തിരി ഒന്ന് വൈകി. അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വൈകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒന്നാമതേ ഫുഡ് കുറവ്, അവിടെ കൊടുക്കുന്ന സാധനങ്ങൾ കുറവ്. അതിനൊക്കെ ചില ആൾക്കാർ ഫുഡൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറയാട്ടെ. അപ്പോൾ അനു ചോദിച്ചു, അനു ഈ കരഞ്ഞ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ ഉപ്പ് കൂടുമോ എന്ന് ചോദിച്ചു. ഇല്ല ലാലേട്ടാ, ഭക്ഷണത്തിൽ വീഴാണ്ട് കണ്ണുനീര് വീഴാണ്ട ഞാൻ കുക്ക് ചെയ്യണേ എന്നൊക്കെ പറയട്ടെ. എന്നിട്ട് ജിസേലെടുത്ത് ചോദിച്ചു, കാപ്പിപ്പൊടി ജിസേൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ വീട്ടിൽ? ഇല്ല അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ജിസേലിന് മാത്രം കാപ്പി കിട്ടണേ? അതല്ല, ഞാൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് 3 പാക്കറ്റ് വന്നിരുന്നു, അതിൽ ഒരു പാക്കറ്റ് ഞാൻ യൂസ് ചെയ്ത് ബാക്കി 2 ഞാൻ ഒളിപ്പിച്ച് വെച്ചു എന്നുണ്ട്. അപ്പോൾ ഒളിപ്പിച്ച് വെച്ചാൽ ഞാൻ ഭരണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പാന് അങ്ങനെയൊന്നുമല്ല, 2-3 കാപ്പിപ്പൊടി ഇഷ്യൂ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാപ്പി റിലേറ്റഡ് 2-3 ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ തീർന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി കാപ്പിപ്പൊടി ഒന്നുമില്ല, ആരെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നീ കാപ്പി ഇട്ടിരിക്കുന്നു. അപ്പം ഇത് എവിടെ, നീ കാപ്പിപ്പൊടി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. അപ്പം ജിസേൽ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ഭരണിയിലിട്ടു. അപ്പം അപ്പൻ ഭരണിയിലൊന്നും ഇല്ല, അങ്ങനെയൊന്നുമല്ല. അപ്പം എന്തൊക്കെയോ പേരൊക്കെ വീണിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കണം കേട്ടോ. എന്തായിരുന്നു പേര്? കാപ്പിക്കള്ളിയാ. അതുപോലെ തന്നെ വേറൊരാൾക്കൊരു പേര് വീണിട്ടുണ്ടായല്ലോ. അപ്പം അനുവിന് ചപ്പാത്തിക്കള്ളി. അപ്പോൾ വേറെയുള്ളൊരു തക്കാളിക്കള്ളി ഉണ്ട് ഇവിടെ. അത് ശരി. അപ്പം മോഷ്ടിക്കൽ ഇവിടെ സ്ഥിരം പരിപാടിയാണല്ലേ. പിന്നെ ആരാണോ ഓറഞ്ച് മോഷ്ടിച്ചിട്ട് അങ്ങനത്തെ ഒരു ഇത് കേട്ടിരുന്നല്ലോ. അപ്പോൾ ഷാനോസ് അത് മോഷ്ടിച്ചതല്ല, അത് ഞാൻ എല്ലാവർക്കും കൊടുത്തു. മോഷ്ടിച്ചിട്ട് അത് എല്ലാവർക്കും പകുത്ത് കൊടുത്തില്ല. അത് തന്നെയാണ്. അപ്പോൾ അത് മോഷണമല്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാനത് എടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ആരാണ് ചീസ് എടുത്തത്? അപ്പോൾ റേന അത് ചീസ് ഞാൻ എടുത്തിട്ട് അത് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഷാനാസന് ഈ റേന ചീസ് എന്താണ് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചത് ആരും കാണാതെ എടുത്തിട്ട് കഴിച്ചു. അങ്ങനെയാണ്. ഞാനാണെങ്കിൽ ഓറഞ്ച് എടുത്തിട്ട് എല്ലാവർക്കും മുറിച്ച് ഭാഗിച്ച് അങ്ങനെ കൊടുത്തു. അപ്പോൾ എല്ലാവരും രണ്ടും കക്കൽ തന്നെയല്ലേ, ഒരാൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തു, മറ്റത് ആരും അറിയാതെ കൊടുത്തു, രണ്ടും ഒന്ന് തന്നെയല്ലേ. അപ്പോൾ നിങ്ങളുടെ ചീസും കണിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തേക്കാല്ലേ എന്ന് ചോദിക്കും. അയ്യോ വേണ്ട ആര്യനൊക്കെ അയ്യോ വേണ്ട എന്ന് പറഞ്ഞിട്ട്. പിന്നെ അനീഷും
ഈ ആഴ്ചയിൽ 3 ടൈപ്പുള്ള ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നു. 3 ആഴ്ചയിലെ ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും മോശമായിട്ടുള്ള ക്യാപ്റ്റൻ ഏതായിരുന്നു? അപ്പോൾ അനീഷ് ഏറ്റവും മോശമായിട്ടുള്ള ക്യാപ്റ്റൻ ആര്യനായിരുന്നു. ആര്യന് ഒരു സ്ഥലത്ത് ഉറച്ചിട്ടില്ല, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ആകെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് ഭയങ്കര ഒരു ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ അറിയാൻ വയ്യാത്ത അങ്ങനത്തെ ടൈപ്പ് ഒരു വല്ലാത്തൊരു ക്യാപ്റ്റനായിരുന്നു എന്ന് പറയാം. ഷാനവാസ് 2 ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസിക്ക് ഒരു ക്യാപ്റ്റന് ഉതകുന്ന പ്രവർത്തിയൊന്നുമല്ല പിന്നെ ചെയ്യണത്, പിന്നെ ആളാകെ മാറി എന്ന് പറയട്ടോ. ജിസേൽ ചോദിച്ചാൽ ജിസേലല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആള്. എങ്ങനെ ഉണ്ടായിരുന്നു ആര്യൻ്റെ ക്യാപ്റ്റൻസി? കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജിസേലിരിക്കട്ടെ. കൊള്ളായിരുന്നു. അല്ല, ചില സ്ഥലത്തൊക്കെ മിസ്റ്റേക്കൊക്കെ വരുത്തി എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ അക്ബറിനടുത്ത് ചോദിച്ചു. അപ്പം വളരെ പക്വത കുറവാണ്, പറഞ്ഞാലും അവനെന്താ പറയണത് നമുക്ക് മനസ്സിലാവില്ല, നമ്മളെന്താ പറയണമെന്ന് അവനും മനസ്സിലാവില്ല, അവനെക്കൊണ്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ശാരികടുത്ത് ചോദിച്ചു. അയ്യോ സെയിം അത് തന്നെ പറയാനുള്ളത്. അപ്പോൾ രേണു ചോദിച്ചു, രേണുവിൻ്റെ അഭിപ്രായം എന്താ? അവന് ഓരോ ആൾക്കാർ ഓരോ ടീമിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കും, അത് സോൾവ് ചെയ്യാനൊക്കെ നോക്കുകയൊക്കെ ചെയ്ത്. എൻ്റെ അടുത്ത് അങ്ങനെയായിരുന്നു കേട്ടോ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ശൈത്യത്ത് വെച്ചു. ശൈത്യം പറഞ്ഞു, ഈ ആര്യനുള്ള ക്യാപ്റ്റൻസിയുടെ ടൈമിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ വഴക്കുണ്ടായിട്ടുള്ളത്. ആര്യം മാക്സിമം നടന്ന് സോൾവ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് എപ്പോഴോ കയ്യിൽ നിന്നൊക്കെ അങ്ങോട്ട് പോയി എന്ന് പറയും. അപ്പോൾ ശൈത്യ എടുത്തിരിക്കുക. അല്ല, ശൈത്യ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തല്ലേ ഈ ആര്യൻ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ. അത് ഞാൻ കുറച്ചിങ്ങനെ ഇമോഷണലി ഇങ്ങനെ ഡൗൺ ആയിരുന്ന സമയത്ത് ആണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഭയങ്കര പ്രോബ്ലം ഒക്കെ ഉണ്ടായി. അപ്പോൾ ആര്യൻ്റെ അടുത്തേക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുക. അപ്പോൾ ആര്യം പറയാം, അത് പെട്ടെന്ന് മൈൻഡിൽ വേറൊരു കാര്യം വന്നു, അപ്പോൾ അത് ഓർത്തിട്ട് പെട്ടെന്ന് ഇമോഷണലി ബേസ്റ്റ് ഔട്ടായി, അതാണ് പറ്റിയതെന്ന് പറയാം. അപ്പോൾ അഭിലാഷ് ഇങ്ങനത്തെ സ്റ്റോറി പറഞ്ഞ സമയത്ത് ഞാൻ സ്റ്റോറി പറഞ്ഞ സമയത്ത് ഇതുപോലെ ഡിസ്റ്റർബൻസ് വന്നപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശൈത്യ ഫുൾ സ്റ്റോറി പറഞ്ഞ് കേട്ടെന്ന് വെച്ചു ഇവിടെ ബാക്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റോറി പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചാടി നിന്നിട്ട് ഒരു 3-4 പേര് ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പം. പക്ഷെ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയത് കുറച്ച് കൂടിപ്പോയി, സോറി എന്ന് പറയാട്ടെ. അത് ബിന്നിയുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ഇമോഷണൽ ബേസ്റ്റ് ഔട്ട് ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ്. എന്താണ് ബിന്നിയുടെ അഭിപ്രായം? നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടല്ലോ എന്ന് പറയാം. ആ ബിന്നി പറയാം, അങ്ങനെ ഇമോഷണൽ ബേസ്റ്റ് ഔട്ടൊക്കെ ആവാറുണ്ട്, അതൊക്കെ നോർമൽ തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഭയങ്കര ഇമോഷണലി എല്ലാവരും സംസാരിച്ച് കുറച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ, അതായത് സിറ്റുവേഷനിൽ ചേരാത്ത രീതിയിൽ ഇമോഷണലി ബേസ്റ്റ് ഔട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ വല്ല സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്, സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ അങ്ങനെ വരാൻ വഴിയില്ല എന്ന് പറയായിരുന്നു. പിന്നെ എന്നിട്ട് ഒണീലിൻ്റെ അടുത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചു. ഒണീലല്ലേ ബിന്നി അതിന് മുമ്പ് സ്റ്റോറി പറഞ്ഞത്, അപ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ശൈത്യ സ്റ്റോറി പറഞ്ഞ സമയത്താണ് ഒരുമാതിരി പുച്ഛം പോലെ, അവർ പറഞ്ഞതിലൊരു എന്താ പറയുക, ഒരു മൈൻഡ് ചെയ്യാത്ത പോലെ. പിന്നെ ശാരിക ചേച്ചിയും ചിരിക്കുന്ന കണ്ടു എന്നൊക്കെ പറയാം. അപ്പാനും ശരിക്കും ഞാനും ശൈത്യം ആര്യനൊക്കെ ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾ കയറുന്നതിന് മുമ്പ് ഒരു കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആര്യൻ നോക്കുമ്പോൾ അവനിരുന്ന് ചിരിക്കുന്ന കണ്ടു. പിന്നെ ഒണീലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നത് ആരാ ചിരിക്കണമെന്ന് ചോദിച്ചു. അപ്പം ആര്യനാന്ന് പറഞ്ഞു. അതിനൊക്കെ സരിക ഇരുന്ന് ചിരിക്കുന്ന കണ്ടു. അപ്പം രണയും ചിരിച്ചോന്ന് വെച്ചു. രണ അത് ശൈത്യ ചേച്ചി സ്റ്റോറി പറഞ്ഞ് കേട്ടിട്ടല്ല ചിരിച്ചത്, ഇവിടെ എൻ്റെ മുമ്പിലിരുന്നിട്ട് മറ്റേ ആര്യനിരുന്ന് ഇങ്ങനെ ഓരോ എക്സ്പ്രഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചിരി വന്നു. ലാലേട്ടൻ എന്നിട്ട് ബാക്ക് പെയിൻ കുറഞ്ഞോന്ന് ചോദിക്കുക മറ്റേ ആര്യൻ്റെ അടുത്ത്. അപ്പോൾ കുറഞ്ഞു. അല്ല, നടുവേനയുടെ ഇടയ്ക്കും ചെരുപ്പൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞാണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ ആൾക്ക്. അപ്പോൾ വേഗം എന്തായാലും അങ്ങനെ ചെരുപ്പൊക്കെ വലിച്ചെറിയുന്നത് ശരിയാണോ? ഇതുപോലത്തെ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? എന്തായാലും അത് വളരെ മോശമായി. ഇപ്പോൾ അതിനെന്തായാലും ഒരു പണിഷ്മെൻറ്റ് തന്നേ പറ്റുള്ളൂ. എന്ത് പണിഷ്മെൻറ്റാണ് കൊടുക്കേണ്ടത്? ജിസയിൽ പറയൂ എന്ന് പറയും. അല്ല, ലാലേട്ടൻ തന്നെ പറയൂ എന്ന് പറയട്ടെ. അപ്പോൾ ലാലേട്ടൻ അത് പറയണമെങ്കിൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ചത്. എന്തായാലും കൊള്ളാം. ഇപ്പം നെക്സ്റ്റ് വീക്കിൽ ആര്യൻ നോമിനേഷനിൽ വന്നിരിക്കും. എന്തായാലും വേഗം അധികം കുനിഞ്ഞൊന്നും നിൽക്കണ്ട, വേഗം നടുവേദന മാറട്ടെ. ദേഷ്യം കാണിക്കേണ്ട സ്ഥലം അല്ല ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പണിഷ്മെൻറ്റ് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ ആങ്കറൊക്കെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബ്രേക്കിലേക്ക് വന്നിട്ട് ലാലേട്ടൻ ബ്രേക്കിലേക്ക് വേണം.
പിന്നെ ലാലേട്ട് ജിസേലിനടുത്തും ഓണിയിലെടുത്ത് വയ്ക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ജയിൽ? അയ്യോ ഭയങ്കര ടഫായിരുന്നു. നിങ്ങൾ മറ്റേ ആ കൊട്ടണതല്ലേ അത് നന്നായിട്ട് ചെയ്തു. എത്ര നേരം ചെയ്തു എന്ന് വെച്ചാൽ 9 മണിക്കൂർ ചെയ്തു. ഇതൊക്കെ വേറെ സിമ്പിൾ പണിഷ്മെൻറ്റ്, ഇനി എത്രയോ കൂടിയ പണിഷ്മെൻ്റ് കിടക്കുന്നു. അപ്പോൾ രണ്ടുപേരും ഇതാണ് സിമ്പിൾ എന്ന് പറഞ്ഞിങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ ജിസേൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഞങ്ങൾക്കായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് കിട്ടിയത്. അപ്പോൾ ഇത് ലാലേട്ടൻ അതിപ്പോൾ പറഞ്ഞ അനുസരിക്കാത്ത കുട്ടിയല്ലേ ജിസയിൽ എന്ന് പറയാം. അപ്പോൾ ഒണീറ്റ് പറയാം അത് ജിസയിലാണെങ്കിൽ ഇവിടെ ബിഗ് ബോസ് കൊടുക്കുന്ന കാര്യങ്ങളും ബിഗ് ബോസ് പറയണ എല്ലാതും വളരെ സിമ്പിളായിട്ട് കാണുന്നു, അതൊന്നും അനുസരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജിസയിലിന് അത് കിട്ടിയത്. ഞാനാണെങ്കിൽ ആങ്കർ ഭയങ്കര കൂടുതലാണ്, എൻ്റെ ആങ്കർ കൺട്രോൾ ചെയ്യുക എന്നുള്ള അതുകൊണ്ടാണ് ഇത്രയും വലിയ പണിഷ്മെൻറ്റ് കിട്ടിയത്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടത്. ലാലേട്ടൻ പറയട്ടെ ഹാപ്പി ആയിട്ടാണല്ലോ ഒണിയിൽ ജയിലിലേക്ക് പോയത്. അതേ ലാലേട്ട പോയത് ഹാപ്പി ആയിട്ടാണ്, തിരിച്ചു വന്നത് കഷ്ടപ്പെട്ടു പോയി എന്ന് പറയട്ടെ. എൻ്റെ 7ൻ്റെ പണിയല്ലേ ജയിലിൽ തന്നത് എന്നൊക്കെ പറയട്ടെ. അതിൻ്റെ പിന്നെ ജിസേലിന് എന്തെങ്കിലും നോട്ടം ശരിയല്ലെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അപ്പം ആരുടെ? എൻ്റെയാ? അല്ല ജിസേലിൻ്റെ അല്ല, ജിസേലിനെ ആരെങ്കിലും നോക്കണത് ശരിയല്ലെന്നുണ്ടോ? എനിക്കങ്ങനെ ആരും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഷാനവാസ് ആൾക്കാർ ജിസേലിനെ നോക്കണ അത്ര ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിക്കും. സ്റ്റാർട്ടിങ്ങിലെന്തോ അങ്ങനെ പറഞ്ഞതാണ്. അതെയോ സ്റ്റാർട്ടിങ്ങിലായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം അതെ അതിപ്പോൾ പാസിങ്ങിലൊക്കെ ഈ അക്ബറിൻ്റെ നോട്ടം അപ്പം അക്ബർ തലയ്ക്ക് കൊടുത്ത് എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നോട്ടം ശരിയല്ലാത്ത പോലെ തോന്നി. അതങ്ങനെ ജസ്റ്റ് സംസാരിച്ചതേ ഉള്ളൂ. ആ വിഷയം വന്നപ്പം അങ്ങനെ അല്ലല്ലോ, ആളെ വിളിച്ചിരുത്തിയല്ലേ സംസാരിച്ചത്. അത് ആ വിഷയം ഇങ്ങനെ വന്നപ്പോൾ ആ കൂട്ടത്തിൽ സംസാരിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ടോ. അത് കഴിഞ്ഞ് ലാലേട്ടൻ പറഞ്ഞു ഇതിപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പം ഇത് എല്ലാവരും കാണുന്നതാണ്, നിങ്ങൾക്കത് രഹസ്യമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ല. അപ്പം പിന്നെ പരസ്യമായിട്ടല്ലേ പറയേണ്ടി വരുള്ളൂ. ആൾക്കാരൊക്കെ കാണുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇയാൾ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൾക്കാരുടെ ചോദ്യങ്ങളാണ് ഞാനിവിടെ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ആൾക്കാർ ഇതുപോലെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ബിഗ് ബോസിനും ഇടയ്ക്കുള്ള ഒരു നിങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങളത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാം. പിന്നെ എൻ്റെ ഡിബേറ്റിൽ സൗഹൃദത്തിനെ പറ്റി പറയാൻ പറഞ്ഞു. എൻ്റെ ഷാനവാസും ശരത്തും എന്താണ് പറഞ്ഞതെന്ന് വയ്ക്കുക. അപ്പം അനീഷേ എന്തായിരുന്നു അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? അനീഷാണല്ലോ ജഡ്ജ്. പറഞ്ഞാൽ അയ്യോ രണ്ടുപേരും പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല, അവർ വിഷയത്തിൽ നിന്ന് തെന്നി മതി. അവർ മലയാളം തന്നെയല്ലേ പറഞ്ഞത്? മലയാളമൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞത് എന്താ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവർ പറഞ്ഞ വേറെന്തോ. ഷാനവാസ് എവിടേക്കോ പോയി, ഒന്നും മനസ്സിലായില്ല. അപ്പം ശരത്ത് ഉള്ളതിലും ഭേദം ഇത്തിരി എന്തെങ്കിലുമൊക്കെ പിന്നെയും മനസ്സിലായി എന്ന് പറയാം. അപ്പം ശാരിക എടുത്ത് പറയാം, ശാരികയെ ഈ ശരത്തിനെ അപ്പാനീനെയും വെച്ചിട്ട് ഒരു ഹോട്ട് സീറ്റ് നടത്തിക്കാന്ന് പറയാം. അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ശരി അപ്പാനി നിങ്ങൾ പരസ്പരം ബന്ധമില്ലാത്ത കാര്യമാണോ അന്ന് പറഞ്ഞത്? സൗഹൃദം എങ്ങനെ ഉപയോഗം ചെയ്യാം എന്ന് അപ്പാനിയടുത്തും സൗഹൃദം എങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഷാനവാസിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പാനി സംസാരിച്ചത് എന്താണ്? സൗഹൃദം എങ്ങനെ ഉപയോഗിക്കാമെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങൾക്ക് എന്താ അത്രയ്ക്ക് ബോധം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ അപ്പാനി ബോധം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. സൗഹൃദത്തിലൂടെ കുറേ നമുക്ക് നേടാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയി നമുക്ക് പൈസ ഇല്ലാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിക്കാം, അപ്പം അന്ന് അങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്ന് ചോദിക്കട്ടെ ശാരിക. അപ്പം അന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടിയില്ല. അത് പെട്ടെന്ന് കിട്ടണമായിരുന്നു, അതല്ലേ ഡിബേറ്റ്. നിങ്ങൾ അങ്ങനെയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറയണോ? അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പൊട്ടത്തരമായിട്ട് തോന്നിയതാണ്. അതെനിക്ക് മാത്രമല്ലോ, ജഡ്ജിനും തോന്നിയില്ലേ പൊട്ടത്തരമായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് പറ്റി തെറ്റ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഒരു ഡിബേറ്റിന് നിങ്ങളെ വിളിക്കുമ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണ പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. നിങ്ങൾക്ക് അറിയത്തില്ലേ? അതിനാകെ 2 മിനിറ്റ് ഉണ്ടായിരുള്ളൂ. അതിന് തോന്നിയ പോലെ ഒരു മിനിമം സ്പീഡെങ്കിലും സംസാരിക്കാൻ വേണ്ടേ? അപ്പോൾ ഷാനവാസ് എനിക്ക് സ്പീഡ് കുറവായിരുന്നു. അതെന്നാൽ പിന്നെ അതങ്ങോട്ട് പറഞ്ഞിട്ട് ഇറങ്ങി പോയാൽ പോരായിരുന്നു. അല്ല എനിക്ക് സ്പീഡ് കുറവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. അത് ശരി സ്പീഡ് കുറവായിരുന്നു, ശരി കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 2 കൂടെ സംസാരിച്ച് ലാസ്റ്റ് എല്ലാം കൂടെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അക്ബറിനെ വിളിക്കുകയാണേ. അക്ബർ ഈ കഴിഞ്ഞ ആഴ്ചത്തെ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് പാരഡി പോലെ ഇങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ട്, അപ്പം ഞാനത് പാടിയിട്ടുണ്ടെങ്കിൽ കൊള്ളവും. അപ്പോൾ അതുകൊണ്ട് അക്ബർ പാടുന്ന പാട്ടുകൾ നമുക്ക് കേൾക്കാം. ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കേൾപ്പിച്ചു തരാം കേട്ടോ.
അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പാട്ട് ബിന്നീനെ പറ്റിയിട്ടുള്ള പാട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട്, എല്ലാ പാട്ടും നല്ല രസമുണ്ട്. ആൾ പാട്ടുകാരും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് പാടും ചെയ്തിട്ടുണ്ട്. നമുക്ക് കേൾക്കാം ബിന്നീനെ പറ്റിയുള്ള പാട്ടേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ശാരികനെ പറ്റി സ്ഥിരം പാടിക്കൊണ്ട് വിഷപ്പാമ്പ് തോക്കും എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അത് അവൾ ഭയങ്കര ഹിറ്റായി ആ പാട്ട്. എല്ലാ ദിവസവും ആ പാട്ട് ശാരികനെ നോക്കി പാടുന്നതാണ് ആ പാട്ട് കേൾക്കാട്ട് അടുത്തത്. അടുത്ത അടുക്കള റിലേറ്റഡ്, അവിടെയുള്ള ഏറ്റവും വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അടുക്കള റിലേറ്റഡ് പാട്ടാണ് കേട്ടോ അടുത്തത്. പിന്നെ എന്നിട്ട് ഒനീലിനെ പറ്റിയിട്ട്, ഒനീലും റെനയും കൂടെ ഉള്ള പ്രശ്നമില്ല, അതിനെ പറ്റിയിട്ടുള്ള പാട്ടാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഓണിയിലും ജിസേലും കൂടെ ജയിലിൽ പോയില്ല. അപ്പോൾ ഓണിയിൽ ഭയങ്കര സന്തോഷമായിരുന്നല്ലോ ജിസേലും കൂടെ ജയിലിൽ പോകാൻ. അതിന് റിലേറ്റഡ് ഉള്ള പാട്ടാണ് കേട്ടോ അടുത്തത്. പിന്നെ രേണുസുധിയുടെ പേൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നല്ലോ അനു പറഞ്ഞത്. അപ്പോൾ അത് റിലേറ്റഡ് ആണ് അടുത്ത പാട്ട്. ലാസ്റ്റ് പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് പറയണത്. അടിപൊളിയായിട്ടില്ലേ, സൂപ്പറായിട്ടില്ലേ, പാടാൻ നല്ല കഴിവുള്ള ആളും കൂടെയാണ്. അതിൻ്റെ ഇടയ്ക്ക് പാരഡിയും ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ക്ലാറ്റിംഗ് ആയിരുന്നേ. പിന്നെ എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു ഈ പാട്ടൊക്കെ കേട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരോടത്തും വിദ്വേഷം തോന്നരുത്, ഇത് കാരിക്കേച്ചറായിട്ട് വിചാരിച്ചാൽ മതി, നല്ല നല്ല പാട്ടുകളായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നിട്ട് ബ്രേക്കിന് പോയി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് എവിക്ഷനിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവരും നീറ്റിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഒരു ടാസ്ക് തരാം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ബോർഡ് തന്നിട്ടുണ്ട്. ആ ബോർഡിൽ എഴുതിയേക്കുന്നത്
ഒരു 4-5 പോയിന്റ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന്, ഞാൻ പുലിയല്ല വെറും എലി. രണ്ടാമത്തെ, ഞാനൊരു കാലുമാറ്റക്കാരൻ. മൂന്നാമത്തെ, ഞാനൊരു നിഴൽ മാത്രം. നാലാമത്തെ, ഞാനൊരു ഗെയിമർ. അഞ്ചാമത്തെ, എന്നെ വിശ്വസിക്കാതെ. ഇത്രയും പോയിന്റ്സ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ആൾക്കാർക്കും ചെന്നിട്ട് ടിക്ക് ചെയ്യാം. അതിന് ആളുകളുടെ പേരുമുണ്ട്, മുകളിൽ ഈ ഹെഡിങ്, ഈ 5 ഹെഡിങ് ഉണ്ട്, സൈഡിൽ എല്ലാവരും പേര്. അപ്പോൾ ഇതിൽ ഈ കാലുമാറ്റക്കാരൻ ആരാണെന്ന് തോന്നുന്നു അവരുടെ നേരെ ടിക്ക് ചെയ്യാം. അങ്ങനെ ഓരോരുത്തരും ടിക്ക് ഇട്ടുവിട്ടാം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അതവിടെ വെച്ചിരിക്കുകയാണ് ബോർഡ്. അപ്പോൾ അവിടെ കുറച്ച് കിരീടമുണ്ട്. ആ കിരീടം എടുത്തുകൊണ്ട് വന്നാൽ ഈ ഓരോ ഹെഡിങ്ങുള്ള കിരീടമാണ്. ഒരു മുട്ടയുടെ അടിവശം മുറിഞ്ഞ മുട്ട, അതായത് ഹാഫല്ല, ഒരു 1/4 ഭാഗം പൊട്ടിയൊരു മുട്ട. എന്നിട്ട് അത് തലയിൽ വെക്കാൻ കിരീടം പോലെ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് അത് ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് കൊണ്ടുവരുന്ന സമയത്ത് ലാലേട്ടൻ നിൽക്കുക, അനുമോൾക്ക് ഈ ഭൂതപ്രയത്തിലൊക്കെ വിശ്വാസമുണ്ടോ? ഇല്ല. അപ്പോൾ അപ്പാനിക്ക് വിശ്വാസം ഉണ്ടാക്കുക. അപ്പാന് ഇല്ല എന്ന് പറയുന്നത്. അല്ല, നമ്മുടെ കിച്ചൺ ടൈൽസ് ഇല്ലേ, അത് ജയ്പൂരിൽ നിന്ന് ഒരു പഴയ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത്. അപ്പോൾ പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് അത് ഭയങ്കര ഹോണ്ടഡ് ആയിട്ടുള്ളൊരു കൊട്ടാരമാണ്. അപ്പോൾ ഇവിടെ കിച്ചണിൽ നിന്ന് ആർക്കോ അതിൽ നിന്നൊരു പണി കിട്ടിയിട്ടുണ്ടെന്നാണ്, ആരുടെ ദേഹത്ത് എന്തോ ഒന്ന് കയറിയിട്ടുണ്ടെന്നാണ് കേട്ടത് എന്ന് പറയട്ടെ. അല്ലേ അപ്പാനിന്ന് വയ്ക്കാം. അപ്പം അപ്പാനിക്ക് ആകെ ടെൻഷനായി പോയി. അപ്പാനിക്ക് മറ്റേ അനുവിൻ്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അതെ, കാലിൽ ആരോ തൊട്ട് തൊഴുതു. അതിന് ശേഷം എന്തോ പ്രശ്നമുണ്ടോ അപ്പാനിന്ന് നിൽക്കുക. അല്ല, ആരായിരുന്നു തൊട്ട് തൊഴുത്? അതും അനുമോള് ആണെന്ന്. ആണോ, എന്തു പറ്റിയെന്ന് നിൽക്കുക. അല്ല, അത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അപ്പം അത് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് സോറി പറയാൻ വേണ്ടി വന്നു. അപ്പം എൻ്റെ കാലിൽ തൊട്ടതാണ് എന്ന് പറയാട്ടോ. അപ്പം ലാലേട്ടൻ അതിനുശേഷം ഒരു പ്രത്യേക ക്ഷീണം പോലെ ഉണ്ടോ? ഒരു ശാരീരിക ക്ഷീണം, എപ്പോഴും കിടക്കണമെന്നും ഇരിക്കണമെന്നും ഒക്കെ തോന്നൽ, പിന്നെ ദേഹം തളർച്ച, ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും? ഇല്ല എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അങ്ങനെയല്ല, ഡോക്ടറെ കാണണോ എന്ന് ചോദിച്ചു. വേണ്ട. അപ്പം ശൈത്യ എടുത്ത് തരാം. ശൈത്യ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല 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 ഇല്ല, പറ എന്തായാലും സംഭവിച്ചു. അപ്പം ശൈത്യ, ഞങ്ങൾ പുറത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഞാനേ ആ ഡിബേറ്റിൻ്റെ ടാസ്കൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡൗൺ ആയിട്ട്, അന്ന് എനിക്ക് എന്താണ്, ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഡിബേറ്റിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഞാൻ ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു കുറച്ചൊരു നെഗറ്റീവ് പോലെ അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അപ്പോഴാണ് നമ്മുടെ അപ്പാനി ചേട്ടൻ ഇങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പാനി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് കുറച്ച് എന്തോ ഇങ്ങനെ തളർച്ച പോലെ അങ്ങനെയൊക്കെ ഉണ്ട്, കുറച്ച് നെഗറ്റീവ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അനുവായിട്ട് ഇങ്ങനെ വഴക്കിട്ടതിന് ശേഷമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ അനുവിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതായത് ശൈത്യക്ക് അതുപോലെ തോന്നിയിരുന്നോ? ഇല്ല 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 എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഫസ്റ്റ് വീക്ക് കുറച്ചൊരു ഡൗൺ ആയതുപോലെ, ആകെ ഒരു നെഗറ്റീവ് എനർജി പോലെയൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നു. എനിക്കങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യാറുണ്ട്. അപ്പോഴാണ് ഞാൻ ആ കാര്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ഗോസ്റ്റ് ആരെങ്കിലും കക്ഷികളായിട്ട് വന്നിരുന്നോ? വല്ല കാലി തൊട്ട് തൊഴുതോ അങ്ങനെയല്ല? അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല എന്ന് പറയട്ടെ. അപ്പം അല്ല, നമ്മളിപ്പം ഒരാളുടെ കാലിൽ തൊട്ട് തൊഴുകയെന്ന് വെച്ചാൽ ഒരു വലിയൊരു കാര്യമാണ്. അയാൾ നിൽക്കുമ്പോൾ അയാളുടെ ഫുൾ എനർജി ആ കാലിലേക്കല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശൈത്യക്ക് അനുവെന്ന് വന്നോ? അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. അല്ല, ശൈത്യ പറഞ്ഞു. അപ്പോൾ അല്ല, അതിപ്പം അപ്പാനി ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ അങ്ങോട്ട് ഭയങ്കര ഒരു കൺഫ്യൂഷൻ കേട്ടോ. ഇവർക്ക് അനുവിനെ അങ്ങോട്ട് വിട്ട് പറയാനും, അനു മുമ്പിലിരിക്കുകയല്ലേ, എങ്ങനെ പറയും? അപ്പോൾ അനുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് പോലെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ ഇല്ല, എനിക്ക് ദൈവവിശ്വാസം മാത്രമേ ഉള്ളൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാല് തൊട്ട് ക്ഷമ ചോദിക്കാറുണ്ട്, അതുപോലെയാണ് എന്നറിയാം. അപ്പം അപ്പാനിയും അനുവാണ് എണീറ്റിരിക്കുന്നത്. അപ്പം നിങ്ങളെൻ്റെ എവിക്ഷനിലില്ലേ? ഉണ്ട്. അല്ല, അനു കാലി തൊട്ടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പാൻ്റെ അടുത്ത്. എൻ്റെ ദൈവമേ എന്ന് അപ്പാനി പറയാം. എന്തായാലും അതുകൊണ്ട് പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ എൻ്റെ ഒരു സേവ്ഡ് ആണെന്ന് പറയും. രണ്ടുപേർ തിരുന്നോളാൻ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഹെൽമെറ്റ്, ഈ ഹെൽമെറ്റ് വെച്ച് മുട്ടയുടെ ഹെൽമെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഹെൽമെറ്റ് ഇനി വെക്കാം. ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ആർക്കാന്ന് ചോദിക്കും. അപ്പം ഞാൻ പുലിയല്ല വെറും എലി എന്നുള്ളത് ആര്യനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ട്. പിന്നെ ഞാൻ കാലുമാറ്റക്കാരൻ, അത് 3 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സരികയാണ്, ശാരികനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ എന്നിട്ട് ഞാനൊരു നിഴൽ മാത്രം, അത് ശരത്ത്. ഞാൻ ഒരു ഗെയിമർ അനീഷ്, എന്നെ വിശ്വസിക്കരുത്, അത് അനു. എന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ആ ഹെൽമെറ്റ് വെക്കാം. എന്നിട്ട് ബിഗ് ബോസ് പറയണവരത് ഊരാൻ പാടില്ല, അങ്ങനെ എങ്ങാനും ഊരിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല
പണി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും മറ്റേ ആര്യൻ ആസ് യൂഷ്വൽ സ്മാർട്ടാവാൻ നോക്കുമല്ലോ. അപ്പോൾ ലാലേട്ട കുളിക്കാൻ പോകുമ്പം ഇത് ഊരാമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മോനെ നീ കുളിക്കാൻ പോകുമ്പോൾ അത് നീ അത് ഊരി വെച്ചോ, എന്നിട്ട് നീ തല കുളിച്ച് തോർത്തി മുടിയൊക്കെ ചീവിക്കാണ്ട് തിരിച്ചെടുത്ത് വെച്ചോ. അല്ല ലാലേട്ട ഉറങ്ങുമ്പോൾ വെക്കാമോ, നീ ഇത് എനിക്കിട്ട് ഊരുവാണോ അല്ലെങ്കിൽ ശരിക്കും നീ ചോദിക്കണത് തന്നെയാണോ? അല്ല ഞാൻ ശരിക്കും അറിയാൻ വേണ്ടി ടാസ്ക് ചെയ്യുമ്പോഴും ഈ ഉറങ്ങുമ്പോഴൊക്കെ ഇത് വെക്കണോ, അങ്ങനെ ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. നീ മിണ്ടായിക്കിടാന്നൊക്കെ അവിടെ എല്ലാവരും പറയണ്ടട്ടാ. ഇത് ഇപ്പം എന്തായാലും നീ രാത്രി വെച്ചോ, ഉറങ്ങുമ്പോഴും വെച്ചോ, എന്നിട്ട് ഊരി പോവുകയാണെങ്കിൽ തിരിച്ചെടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് അടുത്ത ബ്രേക്കിലേക്ക് പോവുകയാണേ. അത് കഴിഞ്ഞിട്ട് എവിക്ഷനിൽ വന്ന ആൾക്കാരെല്ലാം കൂടെ നേരത്തെ സൈഡിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഓരോ കണ്ണാടി കൊടുത്തു. കണ്ണാടിയിൽ എന്തോ സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ടുണ്ട്, ആർക്കും അപ്പം കാണാൻ പറ്റില്ല, സ്റ്റിക്കർ ഫ്രണ്ടിൽ ഒട്ടിച്ചേക്കണുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും സ്വയമായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ സ്റ്റിക്കർ എടുക്കാൻ പറഞ്ഞു. അതിൽ ചിലവരുടെ ഇതിൽ പേരുണ്ട്, ചിലതിൽ സേവ്ഡ് എന്നുള്ള അത് കാണിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ വന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡും എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തെടുത്ത് മാറ്റി വന്നപ്പം നമ്മുടെ ശാരിക ആണ് എവിക്റ്റഡ് കേട്ടോ. ശാരിക എവിക്റ്റഡാന്ന് പറഞ്ഞപ്പോഴേക്കും മറ്റേ രേണു ഭയങ്കര കരച്ചിലായിരുന്നു. ശരി പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, നോ പ്രോബ്ലം, ഞാൻ ഗെയിമായിട്ടാണ് എടുക്കുന്നത്, നോ പ്രോബ്ലം, ഞാൻ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ്, ഞാൻ കരയില്ല, നമുക്ക് എന്തായാലും പുറത്ത് വെച്ച് കാണാം, എല്ലാവർക്കും ഇതൊരു ഗെയിമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ പോയത്. പിന്നെ ലാലേട്ടനെ അടുത്ത് വിളിക്കുന്നു, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പം നന്നായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. എങ്ങനെയാണ് ഇത് എളുപ്പമുള്ള ഗെയിമാണോ? അയ്യോ ഒരിക്കലും എളുപ്പമല്ല, ഇത് സ്ക്രിപ്റ്റഡും അല്ല, ഒരിക്കലും എളുപ്പമല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്, കുറേ മെൻ്റൽ എന്തൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ വേർഡിങ്സ് ഒക്കെ പറഞ്ഞു. പിന്നെ അവരുടെ പഴയ അതൊക്കെ കാണിച്ചു, വീഡിയോസൊക്കെ കാണിച്ചു. അവിടെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തുണ്ടായിരുന്ന കുറേ രസകരമായ നിമിഷങ്ങളൊക്കെ കാണിച്ചു. പിന്നെ ഹൗസ് മേറ്റ്സിനെ എല്ലാം പ്രാവശ്യം കൂടെ കാണിച്ചു, എല്ലായിടത്തും ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ അവർ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു അങ്ങനെ അടുത്ത ആഴ്ച ഞാനൊരു യാത്ര പോവുകയാണ്, അപ്പം ഞാനിവിടെ ഉണ്ടാവില്ല, പക്ഷെ ഞാനുണ്ടാവും എന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്തായിട്ട് പറയാം, പിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞു ഹൗസിലെല്ലാവർക്കും. പിന്നെ നമ്മുടെ അടുത്തായിട്ട് പറയാം എല്ലാത്തിൻ്റെ അധികാരം ഒരാളിലേക്ക് വന്നാലോ, ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു പ്രതീകമാകുമോ ബിഗ് ബോസ് ഹൗസ്, അടുത്ത ആഴ്ച നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു പോയി. പിന്നെ അതുകൊണ്ട് കാണിക്കുന്നത് ലാലേട്ട പോയതിന് ശേഷമുള്ള സംഭവങ്ങളാണ്. നമ്മുടെ ശരത്തും ശൈത്യം കൂടെയുള്ള സംസാരം, വാഷ്റൂമിൻ്റെ ഭാഗത്തുള്ള വാഷ് ബേസിനിൽ നിന്നിട്ട് അവരെന്നോട് സംസാരിക്കുക. നിന്നെ ഞാൻ സേഫാക്കിയതാണ്, ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അപ്പാനി പറയണ്ട. അപ്പോൾ ശൈത്യം അയ്യോ കാലി തൊട്ട കാര്യം എപ്പോൾ പറഞ്ഞു, അതെന്തൊരു നെഗറ്റീവിൻ്റെ കാര്യമൊക്കെ അല്ലേ പറഞ്ഞത്, അല്ലാതെ കാലി തൊട്ട കാര്യം എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞു അപ്പോൾ നിങ്ങൾ ചോദിച്ചു ശരത്തിൻ്റെ അടുത്ത് പറയാം, അപ്പോൾ നിങ്ങൾ ചോദിച്ചു പുറത്ത് വല്ലവരും എന്തെങ്കിലുമൊക്കെ ചെയ്തായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഞാനെന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ആളപ്പോഴേക്കും കാല് മാറിയേ. അപ്പോൾ ശരത്തിന് നിനക്ക് അനുഭവം ഉണ്ടായി എന്നൊക്കെ നീ പറഞ്ഞില്ലായിരുന്നോ എന്ന് പറയും. പിന്നെ നിങ്ങൾ തമ്മിൽ പിണക്കം ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു കാര്യം സംസാരിച്ചില്ലല്ലോ. അപ്പം ശരത്തിന് ദേഷ്യം വന്നു, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. നീയല്ലേ പറഞ്ഞു നിനക്കും അതുപോലെ എന്ത് നെഗറ്റീവ്, അയ്യോ അത് അങ്ങനെ അനുവിനെ റിലേറ്റഡ് ഇതല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ ആളെ നേരെ പ്ലേറ്റ് തിരിച്ചു. പിന്നെ അവിടെ ഇനി ബാക്കിയുള്ള കോൺവെർസേഷൻ കൂടെ കേൾക്കണമല്ലോ എന്ന് വെച്ചാൽ അപ്പാനി ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയണില്ല എന്ന് പറഞ്ഞാൽ അപ്പാനി വേഗം അവിടെ നിന്ന് പോയി. പിന്നെ എന്നിട്ട് അടുത്തതും അപ്പാനിയും ആര്യനും കൂടെ സംസാരിച്ചു. ആര്യം മറ്റേ മുട്ട ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ചിട്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് അപ്പം അക്ബറിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഹെൽമെറ്റ് കിട്ടിയത് എന്ന് പറയാം. അപ്പോൾ ആരും ഞാൻ എല്ലാ ടാസ്കും ഞാൻ ഭംഗിയായിട്ട് ചെയ്തു, ലാസ്റ്റ് ഒരു ടാസ്ക് മാത്രം ഇങ്ങനെ ഇപ്പോൾ അതുകൊണ്ടാണ് ഇത് കിട്ടിയത്, ബാക്കിയെല്ലാം ഞാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ടാസ്കും. എന്നിട്ട് എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വേണം, ഞാൻ വെറുതെ ചിരിച്ച് നിൽക്കണമെന്നേ ഉള്ളൂ. എനിക്ക് പക്ഷെ ആകെ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് കഴിയാം, ആകെ വിഷമമുണ്ട് എനിക്ക്. അപ്പോൾ ബാക്കിൽ കൂടെ ഷാനവാസ് പറയാം അവനെയൊക്കെ ഞാൻ അടിച്ച് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു, തൂക്കി അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ആര്യനിരിക്കുന്നത് കേട്ടോ. ഈ ഇത് മുട്ടയും കൂടെ വന്നു, അങ്ങനെ എല്ലാം കൊണ്ടും ചീത്തയായിട്ടല്ലോ. മറ്റേ ലാലേട്ടൻ വന്നിട്ടേ ചിരിച്ചാരിയൊക്കെ പറഞ്ഞു, ആകെ നാണം കിട്ടുന്ന നിലപാട് വലുതെന്നൊക്കെ പറഞ്ഞാൽ ആകെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ ജിസയിലും ബിന്നിയും കൂടെ സംസാരിക്കണേ. ജിസയിൽ ഈ ആര്യൻ ഇത്ര ഇമ്മെച്യൂർ ആയിരുന്നോ, ഇത് നേരത്തെ ഒന്നും അങ്ങനെയായിരുന്നു. ബിന്നി പറഞ്ഞു വന്ന സമയം പോലെ അവൻ അങ്ങനെ തന്നെയായിരുന്നു, അല്ലെന്നേ ഒരു 5-6 ദിവസമായിട്ടുള്ളൂ ഇവനിങ്ങനെ ഇമ്മെച്യൂർ ആയിട്ട്, അതിനു മുമ്പ് അവനങ്ങനെയൊന്നും അല്ലായിരുന്നു, നൗ ഹി ഡോണ്ട് ലിസൺ മീ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി അവൻ വന്നപ്പോഴിങ്ങനെ തന്നെയായിരുന്നു, അവന് പ്രായം അത്രയല്ലേ ഉള്ളൂ. അപ്പം എന്ത് പ്രായം അത്രയല്ലേ ഉള്ളൂ, അവൻ ടാസ്ക് നേരത്തേക്കുള്ള ഭയങ്കര നല്ലതായിരുന്നു, പിന്നെ മറ്റേ രണേനേക്കാളും മൂത്തതല്ലേ, പിന്നെന്ത്
അവന് വളരെ മെച്യൂറായിട്ട് പറഞ്ഞു. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവൻ കിച്ചണിൽ അച്ഛൻ്റെ കാര്യം ഇത് പറഞ്ഞു, പഞ്ചാബികളുടെ അച്ഛൻ്റെ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ ടാസ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഐ നോ ദാറ്റ്, എനിക്ക് അതറിയാവുന്ന പഞ്ചാബികൾക്ക് അങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാവുന്ന, നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് അനുമോളുടെ കൂടെ കിച്ചണിൽ പോയിട്ട് 10,000 ആണെങ്കിൽ ഞാൻ ചെയ്തോളാം, മുട്ട അടിച്ചോളാം എന്ന് പറയുന്നത്, അതെന്താ എനിക്ക് ഭയങ്കര ഇമ്മെച്യൂറായിട്ട് തോന്നി എന്നൊക്കെ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ഒരു സ്പോൺസേഡ് ടാസ്ക് അല്ല, സ്പോൺസേഡ് ഇതാണ്. റീഗൽ ജ്വല്ലേഴ്സിൻ്റെ ഒരു സ്പോൺസേഡ് അവരൊരു എന്താ അഡ്വർടൈസ്മെൻറ്റ് ഇനോഗ്രേറ്റ് ചെയ്യണം ഇവിടെ. ഫസ്റ്റായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കണം. അങ്ങനെ മഞ്ജു വാര്യരൊക്കെ അഭിനയിച്ചൊരു അഡ്വർടൈസ്മെൻറ്റ് കാണിക്കണം. അത് ഫസ്റ്റായിട്ട് ഇവിടെയാണ് പ്ലേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പറയും ഇവർ ടാസ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ഓരോ ടാസ്ക് കഴിയുമ്പോഴും ഇവർക്ക് ഓരോ ടോക്കൺ കിട്ടും ഈ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ. ഇത് അവരൊരു പിഗ്ഗി ബാഗ് ഉണ്ട്, അതിനകത്ത് ഇട്ട് വെക്കുക. അങ്ങനെ ഇട്ട് വെച്ചിട്ട് ലാസ്റ്റ് ഈ ഫുൾ ഇത് കഴിയുമ്പോൾ, സീസൺ ഫുൾ കഴിയുമ്പം ഏറ്റവും കൂടുതൽ ടോക്കൺ ആർക്കാണ് കിട്ടിയ അവർക്കൊരു ഡയമണ്ട് നെക്ലേസ് ഇവർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഡയമണ്ട് നെക്ലേസ് നമ്മുടെ ഗ്രൗണ്ട് ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആര്യൻ ക്യാപ്റ്റൻ ഇനോഗ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് പിന്നെ ഓരോരുത്തരും ചെന്നിട്ട് അതിൻ്റെ അടുത്ത് പോസ് ചെയ്തൊക്കെ നിൽക്കണം. നമ്മൾ അതിനും അഭിലാഷെല്ലാം കൂടി ഇത് നമുക്കുള്ളതായിരിക്കും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോസ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് ഇപ്പോൾ തന്നെ വേഗം പൊയ്ക്കോ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് നൂറയും നമ്മുടെ ആദിലയും കൂടെ സംസാരിക്കണം. നൂറ് പറയാം, 25th ബേബിയുടെ ബർത്ത്ഡേ ആണ്, പ്ലീസ് ബിഗ് ബോസ് ഒരു കേക്ക്, ഒരു ഹാർട്ട് വെച്ച കേക്ക് തന്നെ തരണേ, എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കേക്കെങ്കിലും മുറിക്കും, ഒരു കേക്ക് മുറിക്കുക പോലും ഇല്ലാത്ത സെലിബ്രേഷൻ ഇല്ല എന്നൊക്കെ പറയാം. അപ്പോൾ പിന്നെ കേക്ക് തരാൻ പോവല്ലേ, എന്തായാലും വരുവാണെങ്കിൽ എൻ്റെ ആയിരിക്കും ഫസ്റ്റ് ബർത്ത്ഡേ ബിഗ് ബോസ് ഹൗസിലെന്ന് പറയാം. എന്നിട്ട് പിന്നെ അപ്പാനിയും അക്ബറും കൂടെ സംസാരിക്കാൻ കേട്ടോ, ഞാനെല്ലാം അവിടെ ഇരുന്നിട്ട്. അപ്പം എനിക്കാണെങ്കിൽ ഈ ചതിക്കുന്ന ആൾക്കാരെ കണ്ടാൽ മനസ്സിലാക്കാനൊന്നും അറിയില്ല. അപ്പോൾ അക്ബർ അത് എനിക്കും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മണ്ടന്മാരാണ്. അപ്പം ഞാൻ ഇനി കളിക്കാൻ പോകും, ഞാൻ കളം മാറ്റി ചവിട്ടാൻ പോകും, എനിക്ക് കുറേ പ്ലാൻസൊക്കെ ഉണ്ട്, അതനുസരിച്ചൊക്കെ ഞാൻ മാറാൻ പോവാണ്. ഇവന്മാർ നമ്മളാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അവന്മാർ 4 പേരും കൂടി ഇപ്പോൾ ഭയങ്കര ഗ്രൂപ്പായി ഫോർ ദ പീപ്പിൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ ആ ഷാനവാസിന് ഒറ്റയ്ക്ക് കാരണം അവൻ നടക്കാൻ നേരത്ത് മാത്രം, ബാക്കി എല്ലാ സമയത്തും ഇവർ ഒറ്റയ്ക്കാണ്. അപ്പോൾ റെനയും പറയും ശരിയാ, എപ്പോഴും അവർ ഒറ്റയ്ക്ക് തന്നെയാണ്. അല്ലാതെ റെനയും ജിസയിലും ഉണ്ട് കേട്ടോ അവിടെ, അല്ലാതെ അവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയണേ. എന്നിട്ട് അപ്പാന് പറയാം, ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്, ഇവന്മാരൊക്കെ കൂടെ എന്നെ കുറേ കുറ്റം പറയണേ, എനിക്കത് നല്ലോണം അറിയാം, അതുകൊണ്ടാണ് എനിക്ക് കിരീടം കിട്ടിയത്. അപ്പോൾ ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്, എന്തായാലും എന്നെപ്പറ്റി കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് എന്തായാലും അത് തിരിച്ചു കിട്ടും, ഞാൻ അതിനെപ്പറ്റി അങ്ങനെ കുറ്റം പറയാറൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് നൂറയും ആദിലയും എന്തോ ഒരു എന്താണ് സംഭവം എന്നറിയില്ല, ഇപ്പം മറ്റേ ആ ഹെൽമെറ്റിൻ്റെ ടാസ്കിന് ശേഷമാണെന്ന് തോന്നുന്നു കേട്ടോ. അവർക്ക് രണ്ടുപേർക്ക് എന്തോ ഭയങ്കര വിഷമമായി. അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണല്ലോ നൂറയും ആദിലയും. അപ്പോൾ അത് ഇവിടെ ഹൗസിലെ പലർക്കും അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള രീതിയിൽ നൂറ സംസാരിക്കുന്നത്. അക്ബർ പറയണ കേട്ടപ്പോൾ എനിക്ക് ആകെ ഭയങ്കര വിഷമമായിപ്പോയി. ഇത്രയും ഹെയ്റ്റൊക്കെ മനസ്സിൽ ഉണ്ടാവുമോ? അപ്പം മറ്റേ സംവൺ ഹു നോസ് അസ് പേഴ്സണലി, എന്നിട്ട് അവർക്ക് ഇത്ര ഹെയ്റ്റൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ഇപ്പം നമ്മളുടെ സെക്ഷുവാലിറ്റിയും ഐഡൻറ്റിറ്റിയൊക്കെ വേറെ ആൾക്കാരെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും അവർക്കതിൽ എന്താ ഒരു സെക്യൂർഡ് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യുക? നമുക്ക് ജസ്റ്റ് ഗെയിം കളിക്കാം, പക്ഷേ അവരുടെ അടുത്ത് എപ്പോഴെങ്കിലും മിണ്ടേണ്ട ചാൻസ് വന്നാൽ മാത്രം മിണ്ടാം, അല്ലാതെ എനിക്ക് അങ്ങോട്ട് മിണ്ടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണ്ട. അവരെന്ത് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന, നമ്മൾ കാരണം വേറെ ഈ ഫാമിലിയുള്ള ഈ ഹൗസിലുള്ള ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉണ്ടാവുമോ, നമുക്ക് എങ്ങനെ അറിയും എന്നൊക്കെ ചോദിക്കാം. അപ്പം രാവിലെ പറയാം, നമ്മളെ പാരൻസിന് പോലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അപ്പോൾ പിന്നെ ഇവർ പുറമേ ഉള്ള ആൾക്കാരില്ലേ, അപ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കണമെന്ന് എങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും? വിഷമിക്കാതെ എന്നിട്ട് രണ്ടുപേരും അവരുടെ വിഷമം പറയണം. എന്തോ അവർക്ക് മനസ്സിൽ തട്ടി എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവർ ഭയങ്കര നന്നായിട്ട് നമ്മുടെ അടുത്ത് നിൽക്കും എന്ന് നമ്മൾ ഇത്ര നാളും അങ്ങനെ വിചാരിച്ചിരുന്നു. അവർ നമ്മളെ മനസ്സിലാക്കും, നമ്മളുടെ അടുത്ത് നന്നായി പെരുമാറും, അങ്ങനെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അത് എക്സ്പെക്റ്റ് ചെയ്യണ്ടല്ലോ. ഇന്ന് ഷാനവാസിക്കൊക്കെ സംസാരിച്ച കേട്ടില്ലേ, എവ്രി വൺ ഹാസ് ദെയർ ഓൺ പ്രിവിലേജ്, പക്ഷെ നമ്മൾക്ക് അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവരുടെ വിഷമം പറയണം, കരയൊക്കെ ചെയ്യേണ്ടി രണ്ടുപേരും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നാളത്തത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ് കാണിക്കുന്നത്. കോഴിപ്പോരെന്നാണ് ടാസ്കിൻ്റെ പേര് കാണിച്ചേട്ടാ. അതിനകത്ത് എന്തോ 3 റൗണ്ട് കാണിച്ചിട്ടുണ്ട്. കുറച്ച് കോഴികളുടെ മാസ്ക് പോലെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് 3 പേരാണ് ടാസ്കിലുള്ളത്. അപ്പോൾ ഒരു റൗണ്ടിൽ നിന്ന് വേറെ അടുത്ത കളിക്കാരൻ്റെ
റൗണ്ടിലേക്ക് മാത്രമേ അറിയാവുള്ളൂ, പുറത്തേക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്. പിന്നെ അനീഷ് ഇറങ്ങി കളിക്ക് ശരത്തേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അനീഷ് തന്നെയാണോന്ന് അറിയില്ല, ശൈത്യ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നാളെ സംഭവിക്കാൻ പോണത്, ആരൊക്കെ ബാക്കി ഉണ്ടാവും എന്ന് അറിഞ്ഞൂടെ. എന്തായാലും നാളത്തെ കാര്യങ്ങൾ നമുക്ക് കാണാം. 22-ലെ ഡേ 22-ലെ വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡേ 22-ലെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.